ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കൊപ്പം പുൽക്കൂട് ഒരുക്കാം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീയ ശുശ്രൂഷയിൽ 3 ഘട്ടങ്ങളിലൂടെ ആയിട്ടാണ് ഈ ആത്മീയ ശുശ്രൂഷ മുന്നോട്ട് കടന്നു പോകുന്നത്. ഒന്നാമതായി അകന്ന ഒരുക്കം, രണ്ടാമതായി അടുത്ത ഒരുക്കം, മൂന്നാമതായി ഏറ്റവും അടുത്ത ഒരുക്കം. സ്നേഹം നിറഞ്ഞവരെ, ഈ അകന്നൊരുക്കത്തിലെ 2ാം ദിനമായ ഇന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്നത് മാതാപിതാക്കളുടെ ശൈശവ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. സന്യാസ പരിശീലന കാലഘട്ടത്തിൽ എന്നോടൊപ്പമായിരുന്ന ഒരു വൈദിക വിദ്യാർത്ഥി അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയ ഈ ഇരടികൾ ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ഹല്ലേലൂയ പാടി നടക്കണ ഈശോയുടെ കുഞ്ഞുങ്ങളെ, കൈകൾ വിരിച്ചൊരായിശോടെ സന്നിധിക്കോടി വരുന്നു ഞങ്ങൾ. ഈശോയുടെ സന്നിധിയിലേക്ക് കൈകൾ വിരിച്ച് സന്തോഷത്തോടു കൂടി ഓടി വരുന്ന കുഞ്ഞുമക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കളാണ്. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, നമ്മുടെ ആത്മീയ സമ്പത്ത് എത്രമാത്രമുണ്ടോ അത്രമാത്രം വിശുദ്ധീകരണം നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ലഭിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം അഭിലഷിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. ഈശോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ ബാല്യകാലത്ത്, ശൈശവകാലത്ത് നാം അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സ്നേഹം, ഈശോയോടൊപ്പമുള്ള സ്നേഹം നമ്മുടെ മക്കൾക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു ദിനത്തിൽ തിരുത്തപ്പെടേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് എതിരിടുന്ന ഒരു സ്വഭാവമാണ്. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എതിരിടുന്ന സ്വഭാവത്തെ നമുക്ക് വേണ്ടെന്ന് പറയാൻ, ഈശോയ്ക്ക് വേണ്ടി വേണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. പകരം ഞാൻ നേടിയെടുക്കേണ്ട സ്വഭാവം നന്മയിൽ നിറയാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ചാവറ പിതാവ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: അന്യനു നന്മകൾ ചെയ്യാതെ നീയൊരു ദിനവും പിന്നിട്ടാൽ മർത്യാമാഞ്ഞിടുമാ ദിനവും നിന്നുടെ ജീവിത ഗ്രന്ഥത്തിൽ. വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: അന്യന് നന്മ ചെയ്യാത്തൊരു ദിവസം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ, ഭവനങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകണം. ദൈവദാസനായ കനീസിയൂസിന് പറയുന്നത് ഇങ്ങനെയാണ്: ഈശോയോട് കൂടെ വളർന്ന് പരസ്പരം സഹായിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിന് യഥാർത്ഥത്തിൽ ആനന്ദമുണ്ടാകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്ന, നന്മ ചെയ്യുന്ന ഒരു ജീവിതശൈലി നമുക്ക് വളർത്തിയെടുക്കാം. സങ്കീർത്തകനോട് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. 51-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇത് തന്നെയാണ്: നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ണീശോയെ, എതിരിടുന്ന സ്വഭാവത്തിൽ നിന്ന് വിടുതലേകി നന്മയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമേ.